ഞാൻ പറഞ്ഞു കേക്ക് സാർ. എന്താ ഇവിടെ മിസ്റ്റർ മേഘനാഥൻ? എന്താ നിങ്ങൾ കാണിക്കുന്നത്? എനിക്ക് വീട്ടിൽ പോണം ഡോക്ടർ. എന്നെ ഇവിടെ തളച്ചിടാൻ ആരും വിചാരിക്കണ്ട. നടക്കില്ലത്. അതെ, നടക്കില്ല. സാധാരണ മനുഷ്യരെ പോലെ ഉടൻ നടക്കാനോ ഓടാനോ കഴിയില്ല നിങ്ങൾക്ക്. കാലിലും കയ്യിലും തലയിലും ഒക്കെ മുറിവുകളുണ്ട്. ഇതൊക്കെ പുറമേ കാണുന്നതാ. ഇന്റേണൽ ഇഞ്ചുറീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് എക്സ്റേ സ്കാനിംഗ് റിപ്പോർട്ടിൽ വന്നാൽ മാത്രമേ പറയാൻ കഴിയുള്ളൂ. എനിക്കൊരു കുഴപ്പമില്ല. ഒരു റിപ്പോർട്ടും നോക്കണ്ട ആരും. എടാ, അതൊക്കെ നീയാണോടാ തീരുമാനിക്കുന്നത്? എങ്കിൽ പിന്നെ ഈ ഡോക്ടേഴ്സ് ഒക്കെ എന്തിനാ? എന്റെ കാര്യം ഞാൻ തന്നെയാ തീരുമാനിക്കുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ നിവർന്നിരിക്കാമെങ്കിൽ കുഴപ്പമൊന്നുമില്ലെന്ന് ഉറപ്പിച്ച് പറയാൻ ഈ മേഘനാഥന് പറ്റും. അബദ്ധം പറയാതെ മേഘനാഥൻ. 2 or 3 ദിവസം, ചിലപ്പോൾ അതിൽ കൂടുതൽ ദിവസങ്ങൾ നിങ്ങളെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. ടെസ്റ്റ് റിസൾട്ട് വന്നാലേ പറയാൻ പറ്റുള്ളൂ. അത് ദേ കേട്ടല്ലോ, മര്യാദയ്ക്ക് അടങ്ങി കിടന്നോണം ഇവിടെ. എനിക്ക് ഒരു ചികിത്സയും വേണ്ട. ഇവിടെ നിറങ്ങിയാ മതി ഈ നിമിഷം. താൻ എന്താണ് ഇങ്ങനെ മിണ്ടാ നിൽക്കുന്നത്? ഈ പേഷ്യന്റ് ഇവിടെ കൊണ്ടുവന്നപ്പോൾ അവസ്ഥ തനിക്ക് നല്ലോണം അറിയാവുന്നല്ലേ? എന്നിട്ട് ബോധം വീണപ്പോ ദാ പോണെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയ പറ്റില്ല എന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണോ? ഡോക്ടർ, അവനാരാ എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ? He's just a servant. Do you understand that? ഞങ്ങളുടെ കുടുംബത്തിലാരും ജോലിക്കാരുടെ ഉപദേശം സ്വീകരിക്കുന്നവരല്ല. അതൊന്നും എന്റെ വിഷയമല്ല. സി, മിനിമം 24 hours ഒബ്സർവേഷന് ശേഷം മാത്രമേ നിങ്ങളെ ഞാൻ പോകാൻ അനുവദിക്കൂ. അല്ലാത്ത പക്ഷം സ്വന്തം റിസ്കിൽ എഴുതി ഒപ്പിട്ട് വെച്ച് പോക്കണം. പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും എനിക്കോ ഈ ഹോസ്പിറ്റലിനോ യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ കിടന്ന് ഞാൻ ചത്തുപോയാൽ നിങ്ങൾ വന്ന് എന്നെ ജീവിപ്പിക്കൂ. മരുന്നല്ലാതെ ജീവൻ കുത്തിവെച്ച് തരാനുള്ള വിദ്യയൊന്നും നിങ്ങൾക്കും അറിയില്ലല്ലോ. അറിയാമോ? പറ കേക്കട്ടെ. ഞാൻ ക്ഷമിക്കണം ഡോക്ടറെ, തലയ്ക്ക് പരിക്ക് പറ്റിയതിന്റെ ഈ പറയുന്ന നോക്കാൻ. അല്ല, വേദന കാരണമുള്ള ദേഷ്യം. ഇവിടെ കിടന്ന് ബഹളം വെക്കരുത്. ഇതാ കേട്ടല്ലോ, 24 hours. നാളെ നോക്കിയിട്ട് പോകാം. അതാണ് തീരുമാനം. ഓക്കെ? നാണക്കേട് തന്നെ. ഡോക്ടർമാരെ ഭരിക്കാനും പഠിപ്പിക്കാനും ഒക്കെ നീ ആരാന്നാടാ നിന്റെ വിചാരം? മര്യാദയ്ക്ക് ഇറങ്ങി പൊയ്ക്കോളാൻ പറഞ്ഞു. ഞാൻ ദേഷ്യം പിടിച്ച് കണ്ണു കാണാതിരിക്കാൻ ഞാൻ. എന്റെ ഭവാനിമേ, നിങ്ങളെങ്കിലും നടക്കും. 2 കൈയും കൂട്ടി അടിച്ചാലേ ശബ്ദം കേൾക്കൂ. എനിക്കും ഇല്ലേ മണിച്ച വിഷമവും വേദനയൊക്കെ? ആക്സിഡന്റിന്റെ അത്രയും വേദനയൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? ഒരു വേദനയുമില്ല, വിഷമവുമില്ല. ഞാൻ തോൽക്കുന്നത് കാണുന്നത് ആഗ്രഹം. എന്നാൽ നിങ്ങൾ ഓർത്തോ, ഒരു വീഴ്ചയിൽ പേടിച്ച് പിന്നോട്ട് പോകുന്നവനല്ല ഈ മേഘനാഥൻ. ഇരട്ടി ശക്തിയോടെ തിരിച്ചു വരും. വിചാരിച്ചതെല്ലാം നേടുകയും ചെയ്യും. കുറിച്ചു വെച്ചോ, ഈ വീഴ്ച ഒരു വീഴ്ചയല്ല, വിനോദം മാത്രമാണ്. വിനോദം മാത്രം. ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോ ഞാൻ തിരിച്ചു വരും, ജയിക്കാനായിട്ട് മാത്രം. ആഹാരം കഴിക്കേണ്ട സമയം കഴിഞ്ഞല്ലോ. ചെന്ന് വെച്ചാ പ്രസാദേട്ടന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ജോലി തിരക്കിലല്ലേ?
11 മണിയായോ? അഞ്ജലി, 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 അഞ്ജലി എന്തു പറ്റി? സോറി, ഞാൻ ഉറങ്ങിപ്പോയി. അത് മനസ്സിലായി. താൻ ഭക്ഷണം കഴിച്ചോ? ഇല്ല, പ്രസാദേട്ടൻ വരാനായിട്ട് നോക്കിയിരുന്നതാ. എങ്കിൽ പിന്നെ തനിക്കൊന്ന് വിളിച്ചൂടായിരുന്നു. കണക്ക് നോക്കുന്നതിനിടയിൽ എനിക്ക് സമയം കാലമൊന്നും പോകുന്നത് അറിയേയില്ല. വിളിക്കണമെന്ന് ഓർത്തതാ, പിന്നെ തിരക്കായിരുന്നതുകൊണ്ടാ വിളിക്കാഞ്ഞത്. തിരക്കോ? എന്നെ വന്ന് വിളിച്ചാ മതിയായിരുന്നല്ലോ. ഒന്നുമില്ല, പ്രസാദേട്ടൻ ഇരിക്കെ, ഞാൻ വിളമ്പാം. വിളിക്കാത്ത കാര്യം എന്താണെന്ന് പറഞ്ഞിട്ട് പ്ലേറ്റ് വെച്ചാൽ മതി. എന്നെ എന്താ വിളിക്കാഞ്ഞത്? അത് പറഞ്ഞിട്ട് തീരുമാനിക്കാം കഴിക്കണോ വേണ്ടയോ എന്ന്. പ്രസാദേട്ട പ്ലീസ്. നോ എക്സ്ക്യൂസ്. കാര്യം കേട്ടിട്ട് ഇനി എന്തോ ഉള്ളൂ. പറയാം, കൈവിട്. പ്രസാദേട്ടൻ ചിലപ്പോഴൊക്കെ ഭയങ്കര തിരക്കിലായിരിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ട് വന്ന് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഒക്കെ മടി തോന്നും. എന്തെങ്കിലും പറയുമോന്ന്? എനിക്കങ്ങനെ തോന്നിയിട്ടില്ലല്ലോ. ഞാനൊരു പാവമാണെന്ന് എന്റെ വിചാരം. അയ്യടാ, ഒരു പാവം. പാവ ആൺകുട്ടികളെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാ. ഇയാള് കണ്ടിട്ടുണ്ടോ? മറുപടി പറയടോ. ഒരാളുണ്ട്. എന്റെ കളിക്കൂട്ടുകാരനായിരുന്നു. ഞങ്ങൾ ഒരുപാട് ദൂരം ഒന്നിച്ച് നടന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ആ കൂട്ടുകാരൻ എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല. എന്തും എനിക്ക് അയാളോട് ചോദിക്കാമായിരുന്നു. എവിടെയും അയാളുടെ കൈ പിടിച്ച് പോകാമായിരുന്നു. ഞാൻ അത്രയ്ക്ക് വേറൊരു കൂട്ടുകാരനെയോ കൂട്ടുകാരിയോ ഇഷ്ടപ്പെട്ടിട്ടില്ല. അയാള് കൂടെയുള്ളപ്പോ വല്ലാത്തൊരു ധൈര്യമായിരുന്നു. പിരിഞ്ഞു പോകേണ്ടി വന്നപ്പോ വല്ലാത്ത വേദനയും. പ്രസാദേട്ടനത് എത്രമാത്രം പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അതെന്താ അത്രയ്ക്ക് മോശം മനുഷ്യനാണ് ഞാൻ? എന്നല്ല, പക്ഷേ പ്രാണൻ പകുത്തുകൊടുത്ത് മറ്റൊരാളെ മനസ്സിലേറ്റണം. അയാളില്ലെങ്കിൽ ജീവിതമേ വേണ്ടാന്ന് വെക്കാനും പറ്റണം. പറ്റുമോ പ്രസാദേട്ടന്? പറ്റാതെ പിന്നെ? എത്ര കാലം ഒരുമിച്ച് നടന്നാലും ഒരാൾക്ക് വേറൊരാളുടെ മനസ്സോ ജീവിതമോ പൂർണ്ണമായും മനസ്സിലാകണമെന്നില്ല അഞ്ജലി. ഞാൻ ആരെങ്കിലും മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അഞ്ജലിക്ക് എങ്ങനെ അറിയാൻ പറ്റും? പറഞ്ഞാൽ അറിയാലോ, പറയണം. എന്നാലേ എനിക്കത് അറിയാൻ പറ്റും. അത് ഞാൻ ആരതിയാ, നമ്മള് വിളിച്ചില്ലല്ലോ അങ്ങോട്ട്. മോളെ ആരതി. ആഹാ, എന്താ ഒരിഷ്ടം, എന്താ ഒരു വാത്സല്യം നോക്ക്. 3-4 മനുഷ്യര് വേറെ ഏതോ ഒരു ദിക്കിലോട്ട് യാത്ര പോയിട്ട് ഒന്ന് വിളിച്ചന്വേഷിക്കാൻ തോന്നിയില്ലല്ലോ. കൊള്ളാം, സൂപ്പർ ചേച്ചിയാ നിങ്ങള്. എന്നൊന്നും നീ കളിയാക്കി കുറ്റപ്പെടുത്തണ്ട. നിങ്ങളെ 3-4 പേര് ചേർന്നില്ലേ ഇവിടുന്ന് പോയത്. അപ്പൊ പിന്നെ ആരും തനിച്ചാണെന്നുള്ള വേവലാതി വേണ്ടല്ലോ. അതുകൊണ്ടാ ഇവിടുന്ന് പുറപ്പെട്ടു പോയിട്ട് ഉടനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാത്തത്. അതെ അതെ, തെറ്റ് ചെയ്തു കഴിഞ്ഞിട്ട് എന്ത് ന്യായീകരണവും കണ്ടുപിടിക്കാലോ. അല്ല, പ്രസാദേട്ടനില്ലേ അവിടെ? പ്രസാദേട്ടൻ ഇവിടെ തന്നെയുണ്ട്. വേറെ എവിടെ പോവാനാ? മനസ്സിലായി. ഇനിയിപ്പോ എവിടെയും പോവാൻ താല്പര്യം കാണില്ലെന്നറിയാം.
കൂട്ടുകുടുംബത്തിന്റെ ശ്വാസമുട്ടലിൽ നിന്ന് ഭാര്യയും ഭർത്താവും തനിച്ചായ ദിവസമല്ലേ? പ്രസാദേട്ടൻ ചുറ്റിപ്പറ്റി അവിടെ തന്നെ കാണുമായിരിക്കും. അല്ലെങ്കിൽ 10 മണിയാവുമ്പോ കൂർക്കം വലിക്കുന്ന മനുഷ്യരൊക്കെ ഇപ്പോഴും എഴുന്നേറ്റിരിക്കുകയാണെന്ന് പറയുമ്പോ തന്നെ റൊമാൻസിന്റെ ലെവലൊക്കെ ഞങ്ങൾക്ക് ഊഹിക്കാം കേട്ടോ. ഛേ, എന്തൊക്കെയാടി നിങ്ങൾ ഈ പറയുന്നേ? രണ്ടിനും ഒരു ബെല്ലും ഇല്ല, ബ്രേക്കും ഇല്ല. മാനം മര്യാദയ്ക്ക് സംസാരിക്കുന്നു കരുതി ഞാൻ അറിയാതെ ഫോൺ സ്പീക്കറിൽ ഇട്ടുപോയി. അയ്യോ, നീയൊക്കെ പറഞ്ഞ വേണ്ടാധീനങ്ങൾ മുഴുവൻ പ്രസാദേട്ട ഇവിടെ നിന്ന് കേക്കുവാ. അതിന് ഞങ്ങള് മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങളെ ഭാര്യയും ഭർത്താവും അല്ലേ? തനിച്ചാവുമ്പോ ആർക്കായാലും ഇത്തിരി റൊമാൻസ് ഒക്കെ തോന്നും. ഞങ്ങളതങ്ങ് പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ല, പറച്ചിൽ അത്ര വലിയ കുറ്റമാണോ ഈ രാജ്യത്ത്? മതി മതി, ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. അച്ഛനും അമ്മയൊക്കെ എവിടെ? അവിടുത്തെ വിശേഷങ്ങൾ എന്താന്ന് പറ. അച്ചു കിടന്നുറങ്ങി. യാത്രാക്ഷീണോ? അച്ഛനും അമ്മയൊക്കെ ഹാപ്പിയാ. നിങ്ങൾ എന്താ വരാത്തെന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ ഇവിടെ. ആ, ഞങ്ങള് നാളെ രാവിലെ തിരിക്കുമെന്ന് പറഞ്ഞാ മതി. നിങ്ങൾ ഫോൺ വെച്ചേക്ക്. വെച്ചോ വെച്ചോ. ഈ ധൃതിയുടെ കാരണമൊക്കെ അറിയാം ഞങ്ങൾക്ക്. പ്രസാദേട്ടൻ കേൾക്കുന്നുണ്ട്. ഞങ്ങൾ വേറൊന്നും പറയുന്നില്ല. അപ്പൊ ഗുഡ് നൈറ്റ്. എന്താ എവിടെയാ പറയേണ്ടതെന്ന് ഒരു നിശ്ചയമില്ല രണ്ടിനും. പ്രസാദേട്ടനിരിക്കെ കഴിക്കാൻ നമുക്ക്. മതി, താനും ഇരുന്നു. ഞാൻ പിന്നെ ഇരിക്കാം. പറയുന്ന കേൾക്കണം. എന്റെ ദേഷ്യം അറിയാലോ. ഇരിക്കണേ അവിടെ. വാ മോനെ, അമ്മ പിടിക്കാം. എനിക്ക് വേണ്ട ആരുടെ സഹായം. മുമ്പിന്ന് മാറ്, എനിക്ക് പോണം. ഞാനൊന്ന് പിടിച്ചാ നിനക്ക് എന്താടാ ഇത്ര കുറച്ചില്? എന്റെ കൈ പിടിച്ചാ നീ ആദ്യം നടക്കാൻ പഠിച്ചത്, അത് മറക്കരുത്. ആണോ? എന്നാ ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, നിങ്ങൾ ആദ്യം നടക്കാൻ പഠിച്ചത് എങ്ങനെയാ? ആരുടെയെങ്കിലും കൈപിടിച്ച് തന്നെ ആയിരിക്കുമല്ലോ. മനുഷ്യരെല്ലാം അങ്ങനെ തന്നെയാ നടക്കാൻ പഠിക്കുന്നത് എന്ന് കരുതി 2 കാലിൽ നിവർന്നു നിൽക്കാൻ കഴിഞ്ഞാലും പഴയ കൈത്താങ്ങി തേടി പോകുന്നതാണ് തെറ്റ്. എന്നിട്ട് നീ ഇപ്പൊ 2 കാലിൽ നിവർന്നാണോ നിൽക്കുന്നത്? അല്ലല്ലോ. പിന്നെ എന്താ ഇത്ര പറയാനായിട്ട്? എനിക്കറിയാം, നിങ്ങൾ ഉള്ളാലെ എന്റെ ഈ വീഴ്ച കണ്ട് സന്തോഷിക്കുക. ഓരോ ദുർനിമിത്തങ്ങളും ഞാൻ നിങ്ങളുടെ വാക്ക് കേൾക്കാത്തോണ്ട് സംഭവിക്കുന്നതാണെന്ന് വ്യാഖ്യാനിച്ചെടുക്കാനല്ലേ നിങ്ങളുടെ ഉത്സാഹം. എന്നെ ശപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്താലേ നിങ്ങൾക്ക് ഉറക്കം വരും. ഞാനിതെന്താടാ വെറുതെ വ്യാഖ്യാനിക്കുന്നതാണോ ഇതൊക്കെ? സത്യം പകലുപോലെ വ്യക്തമല്ലേ? പൂജ നടക്കുമ്പോ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേക്കരുതെന്ന് ആരെല്ലാം പറഞ്ഞു? നീ കേട്ടോ? എന്നിട്ട് അയ്യോ, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് ലളിതായിരിക്കും പറഞ്ഞത്. ലളിത അല്ലാതെയും ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അവര് പറഞ്ഞാലും ഞാൻ അറിയും കാര്യങ്ങള്. ഓഹോ, ഇനിയിപ്പം നിങ്ങളറിഞ്ഞാൽ എനിക്കെന്താ? നിങ്ങള് മേഘന്റെ തല കൊയ്യോ? ഇല്ലല്ലോ. എനിക്കെന്തിനാടാ നിന്റെ ഈ തല? ബുദ്ധിക്ക് പകരം ചേറ് നിറച്ചു വെച്ചിരിക്കുകയാണല്ലോ അവിടെ. അതല്ലേടാ ഇത്രയൊക്കെ പറ്റിയിട്ടും രാധേ രാധേന്നും പറഞ്ഞ് നീ പിന്നാലെ പോകുന്നത്. ഞാൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ നിനക്ക് ഈ ഗതി വരുമായിരുന്നോ? ഇല്ലല്ലോ.
പരിഹസിക്കണ്ട. പണ്ട് മുതൽ നിങ്ങൾ പറഞ്ഞത് കേട്ടതിന്റെ ഗതികേട ഞാനിപ്പോ അനുഭവിക്കുന്നത് തന്നെ. ഇനിയെങ്കിലും ഒന്ന് മാറി നടന്നു നോക്കട്ടെ, രക്ഷപ്പെടുമെന്ന് അറിയണമല്ലോ. രക്ഷപ്പെട്ടത് തന്നെ. എടാ, എന്നെ ഷോക്കടിച്ച് വീഴ്ത്തിയതും നിന്നെ ഇപ്പൊ ഈ ഗതിയിലാക്കിയതും ആരാന്നാ നിന്റെ വിചാരം? അതവളാ, ചത്തുപോയ നിന്റെ പഴയ ഭാര്യ തന്നെ, സുഭദ്ര തമ്പുരാട്ടി. എന്തിനും ഏതിനും പെറ്റമ്മയെ നീ കുറ്റം പറഞ്ഞു പഠിച്ചുപോയി. യഥാർത്ഥ ശത്രുവിനെ കാണാൻ കഴിയുന്നുമില്ല. അതാണ് സത്യം. പിന്നെ സുഭദ്രയുടെ രൂപവും ഭാവവും ഉണ്ടെങ്കിലും അവളുടെ അനുജത്തിയാണ് രാധയെന്ന് നീ മറക്കരുത്. അതുകൊണ്ട് തന്നെ നിന്റെ രണ്ടാം ഭാര്യയായി തന്റെ സ്ഥാനത്ത് രാധ വരണമെന്ന് സുഭദ്ര ഒരിക്കലും ആഗ്രഹിക്കില്ല. അതുകൊണ്ട് സുഭദ്രയുടെ ശക്തിയാ ഓരോരോ ദുരന്തങ്ങളായി നിന്റെ മേലിൽ പതിക്കുന്നത്. ഇനിയെങ്കിലും അതോർത്താൻ നിനക്ക് കൊള്ളാം. അയ്യോ സാറേ, സൂക്ഷിച്ചോ, ഞാൻ പിടിക്കാം. പതിയെ. ഒരെണ്ണം പിടിക്കുകയും വേണ്ട, എന്റെ പിന്നാലെ വരികയും വേണ്ട. എനിക്കറിയാം എന്താ വേണ്ടെന്ന്. കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്കുക. കണ്ടോടാ മണിച്ച, നിന്റെ സാറ് പെറ്റമ്മയോട് പെരുമാറുന്നത്. ഇതിനും മാത്രം ഞാൻ എന്ത് തെറ്റ് എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അത് പിന്നെ ആ രാധയെ കൊല്ലണമെന്ന് വേലയ്യനും ഭവാനിയും കൂടെ ആലോചിച്ചില്ലേ? അത് സാർ അറിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാ ഇത്ര ദേഷ്യത്തിനും അകൽച്ചയ്ക്കും കാരണം. അതെങ്ങനെ? ഞാൻ വേലയ്യനോട് സംസാരിക്കുമ്പോ മേഘന ഇവിടെ ഇല്ലായിരുന്നല്ലോ. അത് പിന്നെ നീ മച്ചലിയെ പോലെ എവിടെയെങ്കിലും പതുങ്ങിയിരുന്ന് കേട്ടിട്ട് എത്തിച്ചു കൊടുത്തു കാണും അല്ലേടാ? അത് പിന്നെ നാശം പിടിച്ചവനെ. സാറേ, പിശാചും, ഒന്നിനും വിശ്വസിക്കാൻ പറ്റില്ല. നാശം പിടിക്കാൻ. സുഖമാണോ സുഭദ്രേ നിനക്ക്? നീ എനിക്കെതിരെ നിൽക്കുന്നെന്നും പടയൊരുക്കം നടത്തുന്നെന്നും എല്ലാരും പറയുന്നത്. എന്താ, ശരിയാണോ അത്? എനിക്കൊരു അപകടം പറ്റി. അത് ദുർവിധിയാണെന്നും അതിന് കാരണക്കാരി നീയാണെന്നും എന്റെ പെറ്റമ്മ പോലും പറയുന്നു. ആണെങ്കിൽ നീ നേരിട്ട് വരണം. നേർക്ക് നേർ നിന്ന് ബലാബലം നോക്കാൻ നമുക്ക്. ഒരിടത്തും പോയി ഒളിച്ചു നിൽക്കുന്നവനല്ലേ ഈ മേഘനാഥൻ. അല്ല, നിന്റെ പകയ്ക്ക് കാരണം ഞാൻ രാധയെ മോഹിച്ചു എന്നതാണ്. എന്നാ കേട്ടോ, രാധയെ മാത്രമല്ല, ദർശനയും സൗഭാഗ്യയും ഞാൻ എന്റെ അന്തപുരത്തിലേക്ക് എത്തിക്കാനാ തീരുമാനിച്ചിരിക്കുന്നത്. ഈ മേഘനാഥനിൽ നിന്നല്ലാതെ തൃപ്പങ്ങോടിന് മറ്റൊരു അവകാശം ജനിക്കില്ല. അത് ഞാൻ സമ്മതിക്കില്ല. തടയാമെങ്കിൽ തടയാൻ നിനക്ക്.
ഹലോ മേഘനാഥൻ, ഹൗ ആർ യു? എന്തുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ, ഒന്നും പറയാനില്ല. അല്ല, താൻ എവിടെയാ? ഞാൻ എവിടെയെങ്കിലും ആവട്ടെ, മേഘനാഥൻ വിളിച്ചാൽ ഞാൻ അവിടെ ഉണ്ടാവും, തന്റെ മുൻപിൽ തന്നെ, വിത്തിൻ നോ ടൈം. അതെനിക്കറിയാം, അതല്ലേ വളരെ അത്യാവശ്യമുള്ളപ്പോൾ മാത്രം ഞാൻ തന്നെ വിളിക്കുന്നത്. എന്ന് വരണം, എപ്പോൾ വരണം, എങ്ങനെ വരണം പറഞ്ഞാ മതി. ഓക്കെ, ഡൺ. അപ്പൊ പറഞ്ഞ പോലെ തന്നെ ഞാൻ എത്താം. ഓക്കെ, ശരി. ഓക്കെ. രാധാ ദർശന സൗഭാഗ്യ. മേഘനാഥന്റെ അശ്വമേധം തുടങ്ങാറായി. തടയാമെങ്കിൽ തടയാൻ നിനക്ക്.